ഞങ്ങളിന്ന് ഷിജിക്കുട്ടൻ്റെ എരുമേലി ഒരു വീടുണ്ട്, അവിടേക്ക് പോകുകയാണ്. പാലക്കാട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരത്താണ് എരുമേലുള്ള വീട്. എൻ്റെ തറവാട് വീടോട് ചേർന്നിട്ടാണ് എരുമേലി വീടുള്ളത്. അപ്പോൾ ഷിജിക്കുട്ടനയ്ക്ക് യാത്ര ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ എരുമേലിക്ക് വീട്ടിലേക്ക് പോണതിൻ്റെ ഇടയിൽ കൂടെ ഒരു 4 മണിയായപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങി. അപ്പോൾ അവനിക്ക് ബജ്ജിയും വടയും അതൊക്കെ വാങ്ങിക്കൊടുത്തു. അവൻ ചായയൊന്നും കുടിക്കില്ല, അവനിക്കിങ്ങനെ കടികളൊക്കെ കുറച്ച് വാങ്ങിക്കൊടുത്തു. ഇഷ്ടമാണ്. എപ്പോഴും വാങ്ങിക്കൊടുക്കില്ല, ഇങ്ങനെ എന്തെങ്കിലും പോകുമ്പോഴൊക്കെ അവനിക്ക് കൊടുക്കുകയുള്ളൂ. പക്ഷെ അവനിക്ക് അതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പകുതി ഞങ്ങളും കഴിക്കും, പകുതി അവനിക്കും കൊടുക്കും. അങ്ങനെയൊക്കെയാണ് എപ്പോഴും ചെയ്യുക. ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും കൂട്ടുകാരായിട്ട് ഓടിക്കളിച്ച് ജാടി അടിക്കുന്ന പ്രായമാണ്. പക്ഷേ ശുചിക്കുട്ടന്മാരിയുള്ള അങ്ങനെയുള്ള ഓട്ടിസമുള്ള കുട്ടികൾക്ക് അങ്ങനെ ജാളി അടിക്കാനോ പുറത്ത് പോകാനോ ഒരു കൂട്ടുകാരൊന്നുമില്ല. ഒറ്റയ്ക്ക് അവർക്ക് പോകാൻ കഴിയില്ല. അപ്പം നമ്മൾ തന്നെ രക്ഷിതാക്കളും അവർക്ക് വേണ്ടപ്പെട്ടവരെന്നെ എല്ലാവരും കൂട്ടിക്കൊണ്ടുപോയി പുറത്ത് കാണിച്ചു കൊടുക്കണം. അവൻ്റെ എല്ലാ ജാളിയും എല്ലാ ആസ്വാദനങ്ങളും നമ്മൾ തന്നെ നടത്തി കൊടുക്കണം. എല്ലാവരുടെയും നമ്മൾ തന്നെ കൊണ്ടുപോകണം. വേറെ ആരും അതിനെ കൂട്ടിയിട്ട് പോയില്ല. ഇപ്പം നമ്മൾ ബന്ധുവീട്, അതേമാതിരി അയൽവാസി, സ്വന്തക്കാർ, ഇവിടേക്കൊന്നും പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം കൊണ്ടുപോകുക. പിന്നീട് കൊണ്ടുപോയാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അത് പൊതുവേ ഉള്ള നമുക്ക് മനോഭാവത്തിൽ നിന്നും അവൻ്റെ ആ പ്രതികരണത്തിൽ നിന്നൊക്കെ അറിയാം. പൊതുവെ ഇത്തരം കുട്ടികളോട് കാണിക്കുന്ന സമീപനം എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങനെ എവിടേക്കും കൊണ്ടുപോകാറില്ല. അപ്പം നമ്മൾ രക്ഷിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കാകുന്ന സ്ഥലങ്ങളും പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി അവനെ സന്തോഷിപ്പിക്കുക, നമുക്കാകുന്നത്ര ശ്രമിക്കുക. പിന്നെ ശുചിക്കുട്ടനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോയി മാറിയിരിക്കുന്നതിന് വേണ്ടി എരുമേലുള്ള നമ്മുടെ തറവാട്ടിൽ അവനിക്കൊരു ചെറിയൊരു വീട് കെട്ടിയിട്ടുണ്ട്. ആ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് അവനിക്ക് ഇടയ്ക്കിടയ്ക്ക് മാറിയിരിക്കാമല്ലോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ ഓടി വന്ന് ഈ ചെയറിലാണ് ഇരിക്കുക. ഇതവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെയർ, ഇതാർക്കും വിട്ടുകൊടുക്കില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ഇവിടെയാണെങ്കിൽ പുല്ലും ചെടികളൊക്കെ ഉണങ്ങി, തെങ്ങ് മരങ്ങളൊക്കെ ഉണങ്ങി, പിന്നെ ഇത് ചാമ്പയ്ക്കായൊക്കെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ചു. അതൊക്കെ വാടി കുറേയൊക്കെ പോയി. വേനൽക്കാലത്ത് ഞങ്ങൾക്ക് ഇവിടെ ചൂട് കൂടുതൽ കാരണം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു 10-25 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും പുല്ലും തെങ്ങും എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം ഞങ്ങൾ എരുമേലി വീട്ടിലുണ്ടാവും. എരുമേലി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കും ശുചിക്കുട്ടനൊക്കെ കുറേ പണികളുണ്ടാവും. ഇതാണ് എൻ്റെ തറവാട് വീട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ അനിയന്മാരിൻ്റെ വീടൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും മുരിങ്ങക്കായൊക്കെ ഇങ്ങനെ മൂത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ പറിച്ചു. ശുചിക്കുട്ടനൊക്കെ ഇവിടെ വന്ന് ഒരുപാട് പണിയുണ്ട്. തേങ്ങ വലിക്കൽ, മാങ്ങ വലിക്കൽ, ചുറ്റും വൃത്തിയാക്കലൊക്കെ. അപ്പോൾ പറിച്ചപ്പോൾ അങ്ങനെ പൊട്ടി വീണു. പിന്നെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ എല്ലാവരും കൂടിയിട്ട് അതിനെയൊക്കെ പറിച്ച് എല്ലാവർക്കും കൊടുത്തു. ശുചിക്കുട്ടനൊക്കെ പണികളുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചെയ്യാൻ ഇഷ്ടമാണ്, കൂടെ നിൽക്കും എല്ലാത്തിനും. ഇത്തരം കുട്ടികളെ പൊതുസമൂഹം സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നതാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നത്.